ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമി ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ രാവിലെ തന്നെ നല്ല ഒരു മഴയും കാറ്റും ഒക്കെ ഉണ്ട്. ഒരു തണുത്ത പ്രഭാതമാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ അത് ഡേ ഇൻ മൈ ലൈഫ് ആയില്ല. പകരം ഞാൻ വീക്ക്ലി എൻ്റെ റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലീനിങ് ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ബെഡൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റൂം ഡെക്കറേറ്റ് ചെയ്തൊന്നും എനിക്ക് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ആ ഫ്രെയിംസൊക്കെ കാണുന്നത് ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ എടുത്ത് മാറ്റുകയാണ്. കാരണം എത്ര ക്ലീൻ ചെയ്തിട്ടാലും എത്ര തൂത്തിട്ടാലും ഭയങ്കര പൊടിയാണ്. അത് എന്താണെന്നുള്ളതിൻ്റെ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലാവണില്ല. ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയാണ്. എനിക്കാണെങ്കിൽ പൊടി ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടാണ് ക്ലീനിങ് ഫുള്ള് നടത്തുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെ ഞാൻ ബെഡിൻ്റെ അടിയിൽ നിന്ന് എല്ലാം തൂത്തിറക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ച ഒരിക്കലും ഞാൻ ഫുള്ളായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും തൂത്ത് വാരിയിടും, എന്നാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡ് ടേബിളിൻ്റെ ഉള്ളിൽ ഒരുപാട് അലകുലുത്ത് വസ്തുക്കൾ ഉണ്ടായിരുന്നു. കാരണം എന്ത് കൈ കിട്ടിയാലും ഡ്രോ തുറന്ന് അങ്ങടേക്ക് എടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേണ്ടാത്തൊക്കെ എടുത്ത് കച്ചടയിൽ കളയാനായിട്ട് അതും അങ്ങനെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ കുറേ മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം വേണ്ട മെഡിസിൻസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ എല്ലാം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട് മാറ്റി. കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓഹ് മൈ ഗോഡ്, അതിനകത്ത് എന്തൊക്കെ വേണം വേണ്ടാന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് അതിനകത്തോട്ട് വെക്കും. എന്നിട്ട് പിന്നീടാണ് ഇതെല്ലാം എടുത്ത് തരംതിരിച്ച് മാറ്റുന്നത്. ഇരട്ടിപ്പണിയാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ, ആകെ ഒരു മന്ദത അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു TV വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു മേശയിൽ എപ്പോഴും പൊടിയാണ്. പൊടി തൂത്ത് 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 എൻ്റെ ഊപ്പാടിളകിയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇത് ഫുള്ളായിട്ട് ഞാൻ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും ഇത് ഫുള്ളായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം എന്താ പറയുക, പൊടി ഉള്ളത് കൊണ്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇസ്നോഫീലിയ ഉള്ളത് കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേബിള് തുടച്ചിടും. അപ്പോൾ അങ്ങനെ അതും ക്ലീൻ ചെയ്തു. പിന്നെ 1-2 പെർഫ്യൂംസിൻ്റെ ബോട്ടിൽ, ഞാൻ പെർഫ്യൂമിൻ്റെ ബോട്ടിലൊന്നും കളയാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ ബോട്ടിൽസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബോട്ടിലൊക്കെ എടുത്ത്, എന്നാലും എല്ലാ ബോട്ടിലും കുറേശ്ശെ പെർഫ്യൂം കാണും കേട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ ആ ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെന്താ ഞാൻ ചെയ്തേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലേ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ്. 1 മണിക്കൂറിൽ മുകളിലെടുത്തു. അപ്പോൾ ഈ വീഡിയോ 1 മണിക്കൂർ ഇടാനായിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസൊക്കെ ഞാനൊരു ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത്. ഞാൻ ഓൺലൈനിൽ ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ വന്നില്ല. എവിടെയോ ഒരു ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാനൊരു സിങ്കോണിയം പ്ലാന്റ് ഞാനവിടെ വെച്ചിട്ടുണ്ട്, ഒരു മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. പക്ഷേ മണി പ്ലാന്റിൻ്റെ വെച്ച പോട്ട് ചെറുതായത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, കുട്ടി ഇലകളാണ്. ഒരു മിനിയേച്ചർ മണി പ്ലാന്റ് ആയി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇവിടെ ഇത്തിരി ബദാം ഞങ്ങൾ എപ്പോഴും റൂമിലെടുത്ത് വെക്കാറുണ്ട്. മിക്കവാറും റൂമിലായിരിക്കുമല്ലോ എപ്പോഴും ഇരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഇതുപോലെ യെല്ലോ ഷെയ്ഡ്സ് വരുന്ന ബെഡ്ഷീറ്റുകളായിരിക്കും ഞാൻ എപ്പോഴും എൻ്റെ റൂമിലേക്ക് അറേഞ്ച് ചെയ്യാറ്. കാരണം നമ്മുടെ ഒരു വാള് യെല്ലോ ഷെയ്ഡാണ്. അതുപോലെ നമ്മുടെ കട്ടൻസിൻ്റെ തീം ഞാൻ കൊടുത്തിരിക്കുന്നതും ഡാർക്ക് ബ്ലൂ ആണ്, നേവി ബ്ലൂ കളറാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് കോമ്പിനേഷൻ വരുന്ന ബെഡ്ഷീറ്റുകൾ മാത്രമേ ഞാൻ എപ്പോഴും ബെഡിൽ വിരിച്ചിടാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങേ അറ്റത്തുള്ള സൈഡ് ഞാൻ ടക്കിൻ ചെയ്യാറില്ല, ടക്കിൻ ചെയ്തിടും. ഈ സൈഡിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സൈഡിൽ ഞാൻ ടക്കിൻ ചെയ്തിടാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിങ്ങടേക്ക് ഊർന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ക്വിൽറ്റ് എപ്പോഴും ഞാൻ എൻ്റെ ബെഡിൻ്റെ മുകളിൽ വിരിച്ചിടാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പുതയ്ക്കാം. അത് തന്നെയല്ല, നല്ല റിസോർട്ടിൽ അല്ലെങ്കിൽ ഹോട്ടൽ റൂമുകളിലൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു വൈബ് നമ്മുടെ റൂമിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിരുന്നത്. എനിക്കിങ്ങനെ ബെഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതാണ് ഇഷ്ടം. അല്ലാണ്ട് ഫുള്ളിങ്ങനെ ടക്കിൻ ചെയ്ത് ഒരു പഴയ സ്റ്റൈലിൽ നിന്ന് എനിക്കിഷ്ടം. പഴയ സ്റ്റൈലെന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ള് ടക്കിൻ ചെയ്ത് വെക്കുന്നത്. ആ സൈഡിൽ ഞാനിങ്ങനെ
ബെഡിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് താഴെ ഇങ്ങനെ തുടിഞ്ഞ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, പിന്ന് കുത്തിയിട്ടത് ടൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഒരു തിന്നായിട്ടൊരു ബ്ലാങ്കറ്റാണ്, അതും ഞാൻ ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇടും. അപ്പോൾ അത് കാരണം നല്ല ഷേപ്പിൽ നമ്മുടെ ബെഡിനൊരു ഭംഗി കൊടുക്കും. അങ്ങനെ ഞാൻ 2 പില്ലോയിൽ കൂടുതൽ ഞാൻ ബെഡിൽ വെക്കാറില്ല. ഒരുപാട് പില്ലോ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇതാ നോക്കിക്കേ എൻ്റെ റൂം. എൻ്റെ റൂമല്ല, ഞങ്ങളുടെ റൂം. വളരെ ഭംഗിയായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റടിപൊളി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു.